പറഞ്ഞു ഗതികെട്ട് കുട്ടികളെ കേൾക്കെന്ന് പറഞ്ഞു. അങ്ങനെ രാജി, അല്ലാതെ ഔദാര്യം എന്ന് പറയല്ലേ, അത് കാരുണ്യം എന്ന് പറയല്ലേ. അല്ല നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഔദാര്യമാണെന്ന്. എത്ര ചോദ്യപേപ്പർ ചോർച്ചയുണ്ട് ഹാഷ്മി. നമുക്ക് ഡൽഹി കഴിഞ്ഞല്ലോ, നമുക്ക് ഇനി കേരളത്തിലേക്ക് വരാം. 29 കോടി മാസപ്പടിയില് ഇത് വിശ്വരൂപം, നേരത്തെ കണ്ടത് അവതാരം. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സാർ? ഒന്നും സംഭവിച്ചില്ല. ലാസ്റ്റ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വരുന്നു. ഇത്രയുള്ളോ ബി ജെ പി? ശ്രീ വി എസ് ചിദംദേവ്, ജോൺ ബ്രിട്ടാസ് ചോദിച്ചതുപോലെ 56 ഇഞ്ച് പഞ്ചറായോ വി എസ് ചിദംദേവ്? ഞാൻ കഴിഞ്ഞ 12 മിനിറ്റ് ആയിട്ട് ശ്രീ ജോൺ ബ്രിട്ടാസിന്റെ വാദങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ എനിക്ക് പണ്ട് മുത്തശ്ശി കഥകളിൽ പറഞ്ഞൊരു കാര്യം ഓർമ്മ വന്നത്. ഒരു ഉറുമ്പ് പറയുന്നതാണേ, ഞാനും ആനയും കൂടി സിംഹത്തിന്റെ താടിക്ക് പിടിച്ച് വലിച്ചു, അല്ലെങ്കിൽ സിംഹത്തെ അടിച്ചു എന്ന് പറയുന്ന പോലെ തോന്നിയത്. ഈ ഉറുമ്പിന്റെ ഒരു വീരവാദം ഉണ്ടല്ലോ, അതാണ് മനസ്സിലാക്കുന്നത്. ശ്രീ ജോൺ ബ്രിട്ടാസ്, അങ്ങേപ്പോലുള്ളവർ നേതൃത്വം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ തകർച്ചയുടെ ലക്ഷണങ്ങളാണ് ഇതുപോലുള്ള കൂട്ടായ്മകൾ അല്ലെങ്കിൽ CJP പോലുള്ള സംഘടനകൾ രൂപീകരിക്കുന്നതിന് കാരണമായത്. ഈ രാജ്യത്തിന്റെ ക്രിയാത്മകമായ പ്രതിപക്ഷം ഇല്ലാതെ വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളെ സംബന്ധിച്ച് പ്രതിപക്ഷ ശബ്ദം ഉയർത്തുന്നവർക്ക് തോന്നലുണ്ടായതെന്ന് മനസ്സിലാക്കാൻ അങ്ങ് തയ്യാറാകണം. ഇവിടെ ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് മാസപ്പടി വാങ്ങിച്ചതിനല്ല. ഇവിടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് കരുവന്നൂർ മോൾ ബാങ്ക് കൊള്ള നടത്തിയ പേരിലല്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് ബന്ധു നിയമനത്തിന്റെ പേരിലല്ല, അല്ലെങ്കിൽ ഭ്രൂണഹത്യയുടെ പേരിലല്ല, രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിലാണ്. അല്ല, മാമനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. ധർമ്മേന്ദ്ര പ്രധാൻ പടിയിറങ്ങുമ്പോൾ ജോർജ് ബ്രിട്ടാസ് രാഷ്ട്രീയം മാറ്റി സംസാരിച്ച് അങ്ങേക്ക് പറയാൻ സാധിക്കും, ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പരിഷ്കരണത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ. IIT-കൾ വിദേശത്ത് ആരംഭിച്ചു. 12ഓളം ഭാഷകളിലേക്ക്, രാജ്യത്തെ ഭാഷകളിലേക്ക് ഈ പറഞ്ഞ നീറ്റ് എക്സാം എഴുതാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ മന്ത്രി. മോഡേണൈസേഷൻ, വിദ്യാഭ്യാസ മേഖലയിലെ മോഡേണൈസേഷന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വിദ്യാഭ്യാസ മന്ത്രി. 13,000-ഓളം സ്കൂളുകളിൽ PMC ആരംഭിച്ച വിദ്യാഭ്യാസ മന്ത്രി. 5+3, 3+3+4 എന്ന് പറയുന്ന പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റി എഴുതിയ ഒരു വിദ്യാഭ്യാസ മന്ത്രി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. ഇന്ന് ഇന്ത്യൻ യുവത്വം തെരുവിളിൽ അലയപ്പെടേണ്ടവരല്ല, ഇന്ത്യൻ യുവത്വം നിയമക്കുരുക്കിൽ പെടേണ്ടവരല്ല. ഇന്ത്യൻ യുവത്വമാണ് ഈ നാടിന്റെ സമ്പത്ത്. 2047 നരേന്ദ്രമോദി സർക്കാർ ഇന്ന് ലക്ഷ്യം വെക്കുന്ന വികസിത ഭാരത് എന്ന് പറയുന്ന ഒരു മഹത്തായ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയിലെ യുവത്വമാണ് അത് നേടിത്തരേണ്ടത് ഇന്ത്യൻ യുവത്വമാണ്. കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജ് ആണ്. അതാണ് സഹദേവ തറവാടിത്തെന്ന് പറയുന്നത്. ഇല്ല, ആ ബോധ്യവും കേന്ദ്ര സർക്കാർ ഔദാര്യം ഒന്നുമല്ല സാർ രാജിയിലേക്ക് നയിച്ചത്. രാജിയിലേക്ക് നയിച്ചത് കുട്ടികളെ അടിച്ച് മണ്ട് കയറാൻ നോക്കി. കുട്ടികളെ പിന്നോട്ട് പോകാൻ തയ്യാറാവുന്നില്ല. നിങ്ങളുടെ മണ്ട്, നിങ്ങളുടെ കാൽച്ചൂട്ടിൽ നിന്ന് ഒഴുകിപ്പോകാൻ തോന്നുന്നു, അപകടമാണെന്ന് മനസ്സിലായി. RS അടക്കം പറഞ്ഞു ഗതികെട്ട് കുട്ടികളെ കേൾക്കെന്ന് പറഞ്ഞു. അങ്ങനെ രാജി, അല്ലാതെ ഔദാര്യം എന്ന് പറയല്ലേ, അത് കാരുണ്യം എന്ന് പറയല്ലേ. അല്ല നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഔദാര്യമാണെന്ന്. ഹാഷ്മി എടുത്ത് ഞാൻ പറഞ്ഞു ഔദാര്യം. എന്റെ വായിന്ന് ഔദാര്യം എന്നൊരു വാക്ക് വന്ന് നിങ്ങൾ പറഞ്ഞുതരാം. എനിക്ക് ഞാൻ ഇവിടെ കേട്ടോണ്ടിരിക്കുക, നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞോടെങ്കിൽ ഔദാര്യമാണെന്ന് ഉത്തരം പറ. ഔദാര്യം എന്ന വാക്കില്ലെങ്കിലും ഈ കുട്ടികൾ, അയ്യോ ഈ കുട്ടികൾ കേസിൽപ്പെട്ടു പോകുന്നല്ലോ, അയ്യോ ഈ കുട്ടികൾ സങ്കടപ്പെടുന്നല്ലോ, അയ്യോ ഈ കുട്ടികൾ തെരുവിൽ വെയിൽ കൊള്ളുന്നല്ലോ, അയ്യോ ഈ കുട്ടികൾ തെരുവിൽ മഴ കൊള്ളുന്നല്ലോ, അതുകൊണ്ട് അവരെ കഷ്ടപ്പെടുത്താൻ രാജിവെച്ചു എന്ന് പറഞ്ഞാൽ ഔദാര്യം എന്ന വാക്കിന്റെ അർത്ഥം. താങ്കൾ ആ വാക്ക് സ്പെസിഫിക് പറഞ്ഞില്ലെങ്കിലും. ഹാഷ്മി താജ് ഇബ്രാഹിം, ഞങ്ങളെന്തോ അന്യഗ്രഹ ജീവികളാണോ BJP-ക്കാരെല്ലാവരും? ഞങ്ങളെല്ലാം മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന് ഇവിടെ താമസമാക്കിയ ജീവികളാണ്. ഞങ്ങൾക്കും ഇല്ലേ കുട്ടികൾ? ഞാൻ പോയിട്ടുണ്ട് ഹാഷ്മി, നിങ്ങൾ പോയിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ പോയിട്ടുണ്ട്. നീറ്റ് പരീക്ഷ എഴുതി വിജയിച്ച് 1ാം റാങ്കും അത്രത്തോളം മികച്ച നിലയിൽ വിജയം നേടിയ കുട്ടികളുടെ വീട്ടിലേക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഞങ്ങളാരും അന്യഗ്രഹ ജീവികളല്ല. ഞങ്ങളാരും ഒന്നുമല്ലാത്ത അന്യഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുത്ത് ഭരിക്കുന്നവരല്ല. ജനാധിപത്യ മാർഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനാണ് ഈ രാജ്യത്ത് 12 വർഷമായിട്ട് ഭരിക്കുന്നത്. ഭരിക്കാൻ വരില്ലെന്ന് ഭരിക്കാൻ വന്നാ നീ എന്ത് ചെയ്യൂടാ തെണ്ടി? വായിലെ പല്ലടിച്ച് നിൽത്തലും. കഴിഞ്ഞ 12 വർഷമായിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതിപക്ഷം. ഇന്ന് താക്കയുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടോ? നിങ്ങൾ എല്ലാ റിപ്പോർട്ട് കണ്ടിരിക്കില്ലേ? താക്ക പറഞ്ഞിട്ടില്ല, ഞാൻ ദീപ്കയുമായി ആലോചിച്ച് ഭാവി പരിപാടികൾ പ്ലാൻ ചെയ്തു. രാഹുൽ ഗാന്ധി എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ MA ബേബി എന്നല്ല പറഞ്ഞത്. അല്ല, അത് പിന്നെ എന്ത് വിഷമമുണ്ടല്ലേ? അങ്ങനെ പറയേണ്ടി വരുന്നു പ്രതിപക്ഷത്തിന്.
നോക്കൂ, രാഹുൽ ഗാന്ധി ഈ ഇരിക്കുന്ന ഇവരൊക്കെ സമരത്തിന് എങ്ങനെ വിളിച്ചോണ്ട് പോയത് ആദ്യത്തെ ദിവസം? കോൺഗ്രസിന്റെ എംപിമാരെ ഗാർഗയുടെ കേക്ക് കഴിക്കാൻ പറഞ്ഞല്ലേ വിളിച്ചോണ്ട് പോയി, പറ്റിച്ചല്ലേ? അവിടെ പോയിരിക്കുന്നത് നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഒക്കെ മുഖം നിങ്ങൾ കണ്ടതല്ലേ സ്ക്രീനിൽ? ഇപ്പോഴല്ല നിന്റെ മുഖം വവ്വാല് ചപ്പിയ പോലെ എവിനായത്. വാങ്ചുക്ക് എന്ന് പറഞ്ഞ് അവിടെ സമരം കിടന്ന ആ സാമൂഹിക നേതാവിനെ, സോഷ്യൽ നേതാവിനെ പോയി കാണാൻ ഞങ്ങളുടെ മന്ത്രിമാർക്ക് യാതൊരു കുഴപ്പവുമില്ല. ഇവിടെ ചർച്ചയ്ക്ക് വരുന്ന താല്പര്യമില്ലാതെ പോകുന്ന ഒരു മുഖ്യമന്ത്രി കഴിഞ്ഞ 10 കൊല്ലം ഈ രാജ്യം സംസ്ഥാനം ഭരിച്ചിരുന്നവരാണ്. എത്ര പത്രക്കാർ വന്നാലും കടക്കുപുറത്ത് എന്ന് പറഞ്ഞ് പാറ്റൻ ടാങ്ക് പോലെ നിൽക്കും ഈ പി ശശി. എത്ര ചോദ്യപേപ്പർ ചോർച്ചയുണ്ട് ഹാഷ്മി? നമുക്ക് ഡൽഹി കഴിഞ്ഞല്ലോ, നമുക്ക് ഇനി കേരളത്തിലേക്ക് വരാം. 29 കോടി മാസപ്പടിയില് കേരളത്തിലേക്ക് വരാം. എന്താണ് പുളുന്താനാശാന ഒരു മൗനവ്രതം? ഈ വിഷയം തൊട്ട് അനുവദിക്കരുത്. എന്താണ് ധർമ്മേന്ദ്ര പ്രധാന്റെ ചിത്രം എല്ലാവരുടെയും വീട്ടിൽ വെച്ച് പൂജിക്കണമെന്ന് ജിതിൻ ദേവ് പറയുമെന്നുള്ളതാണ് വസന്തിന്റെ ആക്ഷേപം. ഞങ്ങളുടെ ചിത്രവും നിങ്ങൾ വെക്കണ്ട. ആ പാവം പിടിച്ച രാഹുൽ ഗാന്ധിയുടെ നാട്ടിൽ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന് ഒന്ന് അഭ്യർത്ഥിച്ചാൽ മാത്രം മതി. അവൻ കൊച്ചല്ലേ, വിവരം വരാൻ ഇനിയും 2-3 വർഷം എടുക്കും. അതിനുള്ള വളം ഞാൻ ഇടുന്നുണ്ട്. രണ്ടാമത് CJP-യിലാണ് പ്രതീക്ഷ എന്ന് അങ്ങ് വലിയ വായിൽ പറയുകയാണ്. നിങ്ങളുടെ പരാജയമല്ലേ സാറേ ആ പറയുന്നതിനകത്ത് തന്നെ? നിങ്ങളുടെ പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള ഏറ്റുപറച്ചിലായിട്ട്, ഒരു കോൺഗ്രസ് നേതാവിന്റെ ഏറ്റുപറച്ചിലായിട്ട് ഞാൻ ആ കാര്യം കാണാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. 150ഓളം ചോദ്യപേപ്പറുകൾ ചോർന്നു എന്ന് അങ്ങ് പറഞ്ഞു. അതിനകത്ത് 40 എണ്ണം, ഞാൻ വായിക്കുന്നില്ല സമയക്കുറവുണ്ട്, 40 എണ്ണം നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. വേണമെങ്കിൽ ഈ ലിസ്റ്റ് ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് അയച്ചു തരാം. പിന്നെ അങ്ങ് അഭിമാനപൂർവ്വം പറഞ്ഞു സിന്ധ്യ രാജിവെച്ചു ട്രെയിൻ അപകടത്തെ തുടർന്ന്. അങ്ങ് മറ്റൊരു രാജ്യം കൂടെ പറയണം. പവൻകുമാർ ബൻസൽ എന്തിനായിരുന്നു രാജിവെച്ചത്? റെയിൽവേ മന്ത്രി കൈക്കൂലി വാങ്ങിച്ചതിനല്ലേ? എന്തിനാണ് മാരനും രാജയും രാജിവെച്ചത്? സ്പെക്ട്രോ അഴിമതിയിലല്ലേ? എന്തിനാണ് അശ്വനി കുമാർ രാജിവെച്ചത്? കൽക്കരി അഴിമതി നടത്തിയിട്ടല്ലേ? അപ്പോൾ ഇത് പറയുമ്പോൾ നല്ലത് മാത്രം പറയരുത്, മറ്റുള്ള കാര്യം കൂടെ പറയാൻ നിങ്ങൾ തയ്യാറാവണം. അത്രേ എനിക്ക് ശ്രീ വസന്തനോട് പറയാനുള്ളൂ. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ചോദിച്ചു മേടിച്ചതാ സാറേ. പിന്നീട് മറ്റു 2 പറഞ്ഞവർ ഞാൻ കേട്ടില്ല. ബ്രിട്ടാ സാറ് ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. BJP പ്രതിനിധി അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, പിന്നെ സോനം വാങ്ചുക്കിനെ കാണാൻ വേണ്ടിയിട്ട് മന്ത്രിമാർ വന്നതിനെ സംബന്ധിച്ച് സംസാരിച്ചു എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ടായിരുന്നു. സാർ ഞാൻ ചോദിക്കട്ടെ, ഈ സംസ്ഥാനത്തെ ആശാ വർക്കർമാർ എത്ര കാലം കിടന്ന് ആ സെക്രട്ടേറിയറ്റ് അടക്കം കിടന്ന് സമരം ചെയ്തു സാർ? എത്ര കാലം സമരം ചെയ്ത്? നിങ്ങളുടെ ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ആ വഴി ഒന്ന് പോയോ സാർ? ഇല്ല, നമ്മളൊന്നും വേണ്ട, നമുക്ക് കടലിൽ തിരഞ്ഞിരിക്കും. എത്ര കാലം ഈ നാട്ടിലെ കുഞ്ഞുങ്ങൾ, PSC വിദ്യാർത്ഥികളും മണ്ണ് തിന്നില്ലേ, മുട്ടിലഴഞ്ഞില്ലേ, പോച്ചവിച്ച് തിന്നില്ല, സമരം ചെയ്തില്ലേ? എന്തേ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ കടക്ക് പുറത്ത് പറയും നിങ്ങളുടെ മുഖ്യമന്ത്രി മുന്നോട്ട് പോയി? നിങ്ങൾ എന്തുകൊണ്ട് അതിന് തയ്യാറായില്ല? അപ്പം ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ ആശുപത്രി പോയ കാര്യം സൂചിപ്പിച്ചപ്പോൾ സ്വന്തം പല്ലുകുത്തി മണപ്പിക്കുകയാണ് നിങ്ങൾ. നിങ്ങളുടെ നേതാവ് ഈ ഒരു കാര്യങ്ങളും ചെയ്യാൻ തയ്യാറായില്ല സാർ. പിന്നെ വിദേശ രാജ്യങ്ങളിൽ IIT ആരംഭിച്ചതിനെ വലിയ മഹത്തായിട്ട് BJP പ്രതിനിധി പറഞ്ഞു എന്നാണ് അങ്ങയുടെ ആരോപണം. നോക്കൂ, മഹത്തായ കാര്യം തന്നെയാണ്. ഇവിടുത്തെ സർവകലാശാലയിൽ, ഇവിടുത്തെ ക്യാമ്പസുകളിൽ പഠിക്കാൻ കുട്ടികളില്ല സാർ. ഇവിടുത്തെ ക്യാമ്പസുകളിൽ പഠിക്കാൻ കുട്ടികളില്ല. പിള്ളേരെല്ലാം വിദേശത്തോട്ട് പോവാണ്. ഡിഗ്രിയുടെ സീറ്റ് മൊത്തം ഒഴിഞ്ഞു കിടക്കുകയാണ്. മനസ്സിലായില്ലേ? സമരം ചെയ്ത് നിങ്ങൾ ഒന്നും നേടിയിട്ടില്ല സാർ. പണ്ട് ഭൂചക്രവാളം ചുവപ്പാക്കി മാറ്റിയ മാർക്സിസത്തിന്റെ അജയ്യപർവ്വങ്ങളെ, ധീരരെ, വീരരെ, ധീരസഖാക്കളെ എന്നൊക്കെ വിളിച്ച് കുട്ടികൾ സമരം ചെയ്തിട്ടുണ്ട്, സിന്ധു ജോയിയെ പോലുള്ള നേതാക്കന്മാർ. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല. നിങ്ങളെപ്പോലുള്ള കുറെ ആൾക്കാർ നേതൃത്വം കൊടുക്കാൻ എത്തിയപ്പോഴത്തേക്കും ആ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ വന്ധ്യംകരിക്കപ്പെട്ടിരിക്കുന്നു. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ.